വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രഫുൽ പട്ടേലിന്റെയും ബിജെപിയുടെയും വിവാദ നയങ്ങൾ മൂലം ലക്ഷദ്വീപിലെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. കഴിഞ്ഞ ഡിസംബർ 5-ന് പ്രഫുൽ ഗോഡ പാട്ടേൽ അഡ്മിനിസ്ട്രേറ്ററായി എത്തിയതോടെയാണ് ലക്ഷദ്വീപിന്റെ ശാന്തതയും സമാധാനവും നഷ്ടമാകുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രഫുൽ പട്ടേൽ ദ്വീപിലെത്തിയത് മുതൽ ദ്വീപ് ജനതയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് പ്രഫുൽ പട്ടേലും ബിജെപിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുണ്ട ആക്ട് നടപ്പിലാക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യമെനുവിൽ നിന്ന് മാംസാഹാരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് 2-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകരുതെന്ന കരട് നിയമം കൊണ്ടുവരിക തുടങ്ങിയ നീക്കങ്ങളാണ് പ്രഫുൽ പട്ടേൽ ദ്വീപിൽ നടത്തിയത്. പ്രഫുൽ പട്ടേലിന്റെ ദ്വീപ് ജനതയ്ക്കുമേലുള്ള കരിനിയമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ ദ്വീപിലെ പാൽ ഉൽപ്പന്നങ്ങൾ നിർത്തി പകരം അമൂൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സർക്കാർ നടത്തിവരുന്ന അഡ്മിനിസ്ട്രേറ്ററിന്റെ നയം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ലക്ഷദ്വീപിനെ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിൽ വരുത്തി അവിടെ കോർപ്പറേറ്റുകൾക്ക് വളരാൻ പാകത്തിലുള്ള ഒരു കമ്പോളം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യവും ബിജെപിക്ക് ഇതിന് പിന്നിലുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അമൂൽ ഉൽപ്പന്നങ്ങൾ ദ്വീപിലെത്തിക്കാനുള്ള ബിജെപിയുടെ നയം. എന്നാൽ ഒരു അമൂലിൽ മാത്രം ഒതുങ്ങുന്നില്ല അത്. ലക്ഷദ്വീപിനെ പൂർണ്ണമായും വീതിച്ചു നൽകുക എന്ന ലക്ഷ്യം തന്നെയാണ് ബിജെപി ഈ നീക്കങ്ങളുടെയെല്ലാം ലക്ഷ്യമിടുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലക്ഷദ്വീപിൽ ഒരു യോഗ റിസോർട്ട് നിർമ്മിക്കാൻ 6 വർഷം മുമ്പ് മോദി സർക്കാർ ബാബ രാംദേവിന് ഭൂമി വാഗ്ദാനം ചെയ്തിരുന്നു അത്രേ. 2015-ൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ച ടൂറിസം വികസന പദ്ധതിയിൽ തന്നെ ബാബ രാംദേവിന് ദ്വീപിൽ ഒരു യോഗ റിസോർട്ട് നിർമ്മിക്കാൻ മോദി സർക്കാർ പദ്ധതിയിട്ടതായി ദേശീയ മാധ്യമമായ ദി കോഗ്നെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2015-ൽ PhD ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഒരു ചടങ്ങിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഗഡ്കരി ലക്ഷദ്വീപിൽ ബാബ രാംദേവിന് യോഗ സെന്റർ നിർമ്മിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തിയത്. ലക്ഷദ്വീപ് പോലുള്ള 70ഓളം ദ്വീപുകളിൽ ബാബ രാംദേവിന്റെ യോഗയും റിസോർട്ടും ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാൽ ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കാനാവുമെന്നാണ് അന്ന് മന്ത്രി വ്യക്തമാക്കിയത്. ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കാനുള്ള പദ്ധതികൾ എന്ന പേരിലാണ് ബാബ രാംദേവിന് ഇവിടെയെല്ലാം യോഗ റിസോർട്ട് നിർമ്മിക്കാൻ മോദി സർക്കാർ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അതായത് ലക്ഷദ്വീപിലെ കളി ബിജെപി ഇന്നും ഇന്നലെയുമായി ആരംഭിച്ചതല്ല. 5 വർഷം മുമ്പ് തന്നെ അതിനുവേണ്ടിയുള്ള ചരടുവലികൾ ബിജെപി നടത്തിയിരുന്നു. ലക്ഷദ്വീപ് മാത്രമല്ല, ഇത്തരത്തിൽ പലയിടത്തും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും ബാബ രാംദേവിനെ പോലുള്ളവർക്ക് വേണ്ടിയും നേരത്തെ തന്നെ ബിജെപി അതിനുള്ള മണ്ണ് തയ്യാറാക്കി വെച്ചിരുന്നു. അന്നെഴുതിയ തിരക്കഥ ഇന്ന് നടപ്പിലാക്കുന്നു എന്ന് മാത്രം. നേരത്തെ കർഷക സമരത്തിനും സമാനമായ ആരോപണം മോദി സർക്കാർ നേരിട്ടിരുന്നു. പുതിയ കാർഷിക ബിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് മോദി സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നും കർഷകർ തെരുവിൽ പ്രതിഷേധം നടത്തുന്നത്. എങ്ങനെയൊക്കെ നോക്കിയാലും ബാബ രാംദേവിനെ പോലെയും കോർപ്പറേറ്റുകൾക്കും ഈ മണ്ണിൽ വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും തന്നെയാണ് മോദി സർക്കാർ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഒരു ജനതയുടെ അവകാശങ്ങൾക്കുമേൽ അടിച്ചമർത്തലുകൾ നടത്തിക്കൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ മോദി സർക്കാർ ചെയ്യുന്നത് എന്നും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.